കോന്നി ചെങ്ങറ സമരഭൂമിയിൽ മന്ത്രിയും പോലീസ് പടയും വീണ്ടും എത്തി. ഇടത് മന്ത്രിസഭാംഗം GR അനിൽ സമരഭൂമിയിലെത്തിയത് റേഷൻ കാർഡും സൗജന്യ ഓണക്കിറ്റും വിതരണം ചെയ്യാനാണ്. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും റേഷൻ കാർഡ് നൽകുക എന്ന പിണറായി സർക്കാരിൻ്റെ നയമാണ് അവിടെ നടപ്പിലാക്കിയത്. റേഷൻ കാർഡ് അനുവദിച്ച് ഇങ്ങനെ നല്ല കാര്യം വന്നത് സന്തോഷമുണ്ട്. ചരിത്ര നിമിഷത്തിനാണ് ചെങ്ങറ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ഇവിടെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പൂർണ്ണമായും റേഷൻ കാർഡ് കൊടുക്കുകയാണ്. റേഷൻ കടയിൽ പോകണമെങ്കിൽ 2 കിലോമീറ്ററോളം സഞ്ചരിക്കണമെന്നാണ്. ഇത്തവണ നിങ്ങൾ റേഷൻ വാങ്ങുന്നു, അടുത്ത മാസം മുതൽ ആ റേഷൻ കട ഇവിടെ വരും. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുകയാണ് ഇടതുപക്ഷമെന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചുറ്റയം ഗോപകുമാർ. പാവപ്പെട്ടവരാരാന്ന് വെച്ചാൽ അവരെ മനസ്സിലാക്കി കണ്ടുപിടിച്ചവർക്ക് വീട് കൊടുക്കുക, വസ്തു കൊടുക്കുക, റേഷൻ കൊടുക്കുക, അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക, വൈദ്യുതി എത്തിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയം ഇതാണ്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പിന്നോക്കം പോകുന്ന മാധ്യമങ്ങളെ കെ ജനീഷ് കുമാർ MLA രൂക്ഷമായി വിമർശിച്ചു. മുമ്പ് ഇവിടേക്ക് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം വരുമ്പോ വലിയ നിലയിലുള്ള മാധ്യമ പട ഇവിടെ എത്താറുണ്ട്. പക്ഷെ ഇന്ന് അവരാരും എത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് ആവശ്യം നിങ്ങളെ കൊണ്ട് ചേഷ്ടകൾ നടത്തി അവർക്ക് റേറ്റിംഗ് കൂട്ടുകയായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയായിരുന്നു അവരുടെ ആഗ്രഹമെങ്കിൽ ഇന്ന് അവർ ഇവിടെ വരേണ്ടതായിരുന്നു. ചെങ്ങറ സമരഭൂമിയിലേക്ക് മന്ത്രിയും പോലീസും ഡെപ്യൂട്ടി സ്പീക്കറും MLAയും ഒക്കെ എത്തിയത് ഉദ്യോഗസ്ഥരെല്ലാം എത്തുന്നത് അവരെ ഒഴിപ്പിക്കാനല്ല, പകരം അവരെ ചേർത്ത് നിർത്തുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.